കുറേ കാര്യങ്ങൾ പ്രാധാന്യം നാം ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. നാളെയിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, ഇന്നിൽ ജീവിക്കണം. ഇന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ നാളെ എന്ന് മനസ്സിലാക്കണം ഓരോരുത്തരും. എന്താ ഞാൻ പറഞ്ഞത്? ഇന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ നാളെ. അപ്പോഴേ നമ്മൾ ഏതിലാണ് നമ്മൾ ജീവിക്കേണ്ടത്? ഇന്നിൽ, ഈ നിമിഷത്തിൽ, സെക്കൻഡ്, നിമിഷം. അപ്പോൾ ഇന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ നാളെ. അപ്പോൾ ഇന്ന് ചെയ്യാനുള്ളതെല്ലാം ഇന്ന് ചെയ്യുക. അപ്പോൾ അത് വളരെ സുന്ദരമാണ്. നിങ്ങൾ നാളത്തെ കാര്യം നാളെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇനി വേണ്ട, നാളെ ചെയ്യാം എന്ന് പറഞ്ഞാലോ ദിവസങ്ങൾ. ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ ചെയ്യുക, നാളത്തേന് വെച്ചേക്കണ്ട. ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് ചെയ്യുമ്പോഴാണ് അത് നാളത്തെ ആയി മാറുന്നത് എന്ന് മനസ്സിലാക്കണം. അത് സുന്ദരമാണിത്. ഈ ജ്ഞാനം എന്ന് പറയുന്നതേ എത്രയോ സുന്ദരവും ലളിതവും വളരെ മനോഹരവുമാണെന്നറിയോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുമ്പോഴാണ് നാളെയായി മാറുന്നത്. എന്ത് തത്വജ്ഞാനാണോ ഇത്? എനിക്ക് വരെ കുളിര് കോരുന്നു. നിങ്ങൾക്ക് കുളിര് കോരുന്നുണ്ടോ? അതെവിടെ? നിങ്ങൾക്ക് കുളിരുണ്ടായിട്ടില്ലേ കോരുന്നത്? ഒന്ന് കുളിര് കോരിയോ ഒന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട്. നാളെയൊന്നും ഇല്ല. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുക. അപ്പോഴാണത് നാളത്തെ ആയി മാറുന്നത്. കയറുന്നുണ്ടെന്ന്. കയറും. അങ്ങനെ കയറണം. കയറ്റിയില്ലെങ്കിൽ ഞാൻ കയറ്റും. കുളിര് നന്നായിട്ട് കയറണം കേട്ടോ. അങ്ങനെ ഓരോ ജ്ഞാനവും അങ്ങോട്ട് പറഞ്ഞ് സ്വയം കുളിരൊന്ന് കയറിയാട്ടെ. അതിനെയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ആനന്ദമെന്നാൽ എന്ത്? ആനന്ദമെന്നാൽ, പരമാനന്ദമെന്നാൽ നമ്മുടെ ഓരോ, നിങ്ങൾ സൂപ്പറാണെന്നോ അല്ലെങ്കിൽ ഞാൻ സൂപ്പറാണ്, നമ്മുടെ ഓരോ ചിന്തകളും നിമിഷ നേരത്തെ പ്രവൃത്തിയും അപ്പോഴപ്പോഴുള്ള പറച്ചിലും ഒക്കെയാണ് ആനന്ദം. ആനന്ദം ശബ്ദത്തിലൂടെ വരും. മൗനവാചാലതയെന്നും പറയും. പിന്നെ മൗനത്തിലിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊന്ന് തുറന്നു പറയുമ്പോഴോ അതിമനോഹരമായിരിക്കും. അത് നമ്മൾ കേൾക്കുമ്പോഴോ അതിസുന്ദരമായിരിക്കും. അപ്പോൾ നമ്മൾ മാത്രം അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരമായ കാര്യങ്ങൾ നമുക്ക് ലോകത്തെ മുഴുവൻ അറിയിപ്പിക്കാൻ തോന്നും. അവിടെയാണ് നിങ്ങൾ വിട്ടുപോകുന്നത്. വിഷമിച്ചിരുന്ന ഞാൻ ഒരുപാട് ചിരിച്ചു. ഇനിയും ചിരിക്കാനുണ്ട്, പോവരുത് ലൈവ് തീരുന്നിടം വരെ. അപ്പോൾ നമ്മളറിയ ഈ ആനന്ദം, പരമാനന്ദം നമുക്ക് ഒന്ന് ലോകത്തെ മുഴുവൻ ഒന്ന് അറിയിക്കാവുന്ന. അപ്പോഴാണ് നമ്മൾ വിട്ടുപോകുന്നത്. എന്താണ്? അപ്പോഴത്തേനും ലോകം നമുക്ക് വിധി എഴുതും മുഴുവട്ടത്തിൽ. ക്രാന്തി എന്ന്. അപ്പോഴത്തേനും നമ്മുടെ ആനന്ദം, പരമാനന്ദം ഏത് വഴി പോയെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ നമ്മുടെ തത്വജ്ഞാനവും പാണ്ഡിത്യവും എല്ലാം വിളമ്പി അങ്ങോട്ട് വയ്ക്കുന്നെ. നമ്മൾ വിചാരിക്കും അത് മഹത്തരമായ കാവ്യങ്ങളാണെന്ന്. പക്ഷെ മറ്റുള്ളവർ വായിക്കുമ്പോൾ അത് പരമ മണ്ടത്തരമായിട്ടും അവരുടെ കണ്ണിൽ അത് ഭ്രാന്തായിട്ടും ഒക്കെ തോന്നും. എന്നാലും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക്